പെട്രോൾ പാചകവാതക വിലവർധനവിൽ പ്രതിഷേധം. CPI ഓച്ചിറ മണ്ഡലം കമ്മിറ്റി പ്രകടനവും യോഗവും നടത്തി. ഓച്ചിറ കാർത്തിക ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ഓച്ചിറ ടൗണിൽ സമാപിച്ചു. പെട്രോൾ, ഡീസൽ, പാചകവാതക വിലവർധനവിൽ പ്രതിഷേധിച്ചാണ് CPI ഓച്ചിറ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത്. ഓച്ചിറ കാർത്തിക ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഓച്ചിറ ടൗണിൽ സമാപിച്ചു. CPI ജില്ലാ കമ്മിറ്റി അംഗം കടത്തൂർ മൻസൂർ യോഗം ഉദ്ഘാടനം ചെയ്തു. രണ്ടാം UPയുടെ കാലത്ത് പെട്രോളിന്റെ വില നിർണ്ണയിക്കാനുള്ള അവകാശം ഗവൺമെന്റിൽ നിന്ന് കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുത്തപ്പോൾ BJP ആ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ വാഗ്ദാനം പെട്രോളിൻ്റെ വില നിർണ്ണയം ഗവൺമെൻറ് ഏറ്റെടുക്കുമെന്ന്. എന്നാൽ BJP അധികാരത്തിൽ കയറിയതിന് ശേഷം പെട്രോളിൻ്റെ വില നിയന്ത്രണം ഏറ്റെടുത്തില്ല എന്ന് മാത്രമല്ല, ഡീസലിൻ്റെ വില കൂടി നിർണ്ണയിക്കാനുള്ള അവകാശം അവിടെ നിന്ന് ഇന്ന് ഈ 2026 മെയ് മാസം 19 എത്തി നിൽക്കുമ്പോൾ 4 ഇരട്ടിയിൽ കൂടുതൽ വിലവർധനമാണ് ഈ രാജ്യത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില പുനർനിർണ്ണയിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. 3 രൂപ ചില്ലറ പൈസ പെട്രോളിന് ഒറ്റയടിക്ക് കൂട്ടി. ഇന്ന് നമ്മൾ ഈ യോഗം നടക്കുമ്പോൾ 3 മണിക്കൂർ മുമ്പ് 90 പൈസയും കൂടെ കൂട്ടി. ആ 90 പൈസ കൂട്ടുന്ന സമയത്ത് ഏതാണ്ട് $110 ക്രൂഡ് ഓയിലിന് വില താന്നു. ആ താന്ന സാഹചര്യത്തിലും ഇത് കൂട്ടുകയാണ്. അത് രാജ്യത്തിൻ്റെ പൊതു താല്പര്യത്തിന് വിരുദ്ധമായി കുത്തക മുതലാളിമാരുമായിട്ടുള്ള ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ഭാഗമായി യഥേഷ്ടമായി ഇത് കൂട്ടുകയാണ്. അതുപോലെ തന്നെ ഗ്യാസിൻ്റെത്. ഓച്ചിറ പടിഞ്ഞാറ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K. നൌഷാദ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി S. കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു. മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുൽ ഖാദർ തോക്കത്ത, മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി S. ഗീതാകുമാരി, ഓച്ചിറ കിഴക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജനാർദ്ദനൻ പിള്ള, AYF മണ്ഡലം പ്രസിഡന്റ് നിതിൻ രാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ക്രൂഡ് ഓയിലിന്റെ വില കൂടുകയും കുറയുകയും ചെയ്യുന്ന സാഹചര്യത്തിലും പെട്രോളിന്റെ വില, ഡീസലിന്റെ വില, പാചകവാതകത്തിന്റെ വിലയൊക്കെ അടിക്കടി ഇപ്പോൾ ദൈനംദിനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു രാത്രി ഇരട്ടി വെളുക്കുമ്പോൾ വീണ്ടും വില കൂട്ടുകയാണ്. അതിന് ഈ ഇത്തരം കുത്തക ശക്തികൾക്ക് വില കൂട്ടാനുള്ള, ഈ സാമ്രാജ്യത്വ ശക്തികൾക്ക് വില കൂട്ടാനുള്ള അധികാരം കേന്ദ്ര സർക്കാർ നൽകുകയാണ്. നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം, നമ്മുടെ രാജ്യം ഒരു കാർഷിക മേഖലയ്ക്കും വ്യാവസായിക മേഖലയ്ക്കും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്ന രാജ്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ നിത്യ പ്രവർത്തനങ്ങളെ, ദൈനംദിന പ്രവർത്തനങ്ങളെ ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പാചകവാതകത്തിൻ്റെയും വിലവർദ്ധനവും പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നും പെട്രോൾ ഇറക്കാനുള്ള സാഹചര്യം ഇപ്പോൾ അതിന് വിഘാതം നിൽക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണകർത്താവായ മോദിയുടെ അമിതമായ അമേരിക്കൻ പ്രേമമാണ്. അമേരിക്കൻ ഭരണാധികാരിയായ അമേരിക്കൻ പ്രസിഡന്റായ ട്രംപ് പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് മാത്രം ഭരണം നടത്തുന്ന ഒരു ഭരണാധികാരിയായി ഇന്ത്യൻ പ്രധാനമന്ത്രി മാറി എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമ്മുടെ രാജ്യം ഇന്ന് അനുഭവിക്കുന്ന നിരവധിയായ വിഷയങ്ങൾ. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.